ബാങ്കിനെ പറ്റി പറയുമ്പോ ലോകത്തൊരു വലിയ ബാങ്കുകാരനെ ഓർത്തുപോകും. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ഖുറൈശി മുശ്രിക്കിന്റെ നേതാവിൽ നിന്ന് വെറും 10 ദീനാർ കൊടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലക്കെടുത്ത് മോചനം നൽകിയ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയായിരുന്നു ബിലാൽ. അടിച്ച് മർദ്ദിച്ച് എല്ലാ പീഡനങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് ചെന്നിട്ട് പറയണം, ഞാൻ കാശ് തരാം, സ്വതന്ത്രനാക്കോ. അപ്പോഴാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് പറയണത്, ഖുദുഹു വലൗ ബി 10 ദീനാർ, വല്ല 10 ദീനാറും തന്ന് കൊണ്ടുപോയിക്കോ. അല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല 10 ദീനാർ കൊടുത്ത് കൊണ്ടുപോടോ നിന്റെ ഈ കാഫിരിയെ. ബിലാൽ, വല്ലാഹി ലൗ ജഅൽത തമനഹു 100,000 ദീനാറിൻ ലശ്തറൈതുഹു മിൻക. സിദ്ദീഖുൽ അക്ബർ അതിന് മറുപടി പറഞ്ഞു, 100 ദീനാറാണ് നീ വില പറയുന്നതെങ്കിലും ഞാൻ നിനക്ക് തരും. ബിലാൽ, വിലക്കെടുക്കല്ല, മർദ്ദനത്തിൽ നിന്നൊരു മോചനം കൊടുക്കാനാണ്. ആ സമയത്താണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർദാ. ബിലാലിനെ കാശ് കൊടുത്തിട്ട് സിദ്ദീഖുൽ അക്ബർ വാങ്ങുമ്പോ ജിബ്രീൽ ഖുർആന്റെ ആയത്തുമായിട്ട് വരികയാണ്. ആരാണ് ഈ മെച്ചപ്പെട്ട് ശിക്ഷയിൽ നിന്ന് മോചനം നേടുന്ന ആളുകൾ? സംസ്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് കാശ് മുടക്കണവരാണ്, പണം ചെലവഴിക്കണവരാണ്, നല്ല മാർഗത്തിൽ പണം സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. അത് വേറെന്തിനെങ്കിലും കിട്ടാനല്ല, അത്യുന്നതനായ റബ്ബിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ലൈലിലെ 17 മുതൽ 21 വരെയുള്ള ആയത്തുകൾ ഇറങ്ങി. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയാറുണ്ടായിരുന്നു, യാ ബിലാൽ അഖ്മിസ് സ്വലാത്ത അരിഹ്നാ ബിഹാ. ഏ ബിലാലേ, ബാങ്ക് കൊടുക്ക്. ചിലപ്പോ ബാങ്ക് കൊടുക്കുന്നു പറയില്ല, അർഹിനി യാ ബിലാൽ, ബിലാലെ എന്നെ ആനന്ദിപ്പിക്കും. അല്ലാഹ്, ബിലാലെ എന്നെ ആനന്ദിപ്പിക്കും എന്ന് പറഞ്ഞ ബാങ്കാണ് ഉദ്ദേശിക്കുന്നത്. നിസ്കാരാണ് ആനന്ദം, നിസ്കാരാണ് അടയാളം, നിസ്കാരാണ് അഭിമാനം, നിസ്കാരമുള്ള ആണാണ് വിജയി, നിസ്കാരമുള്ള പെണ്ണാണ് കുടുംബത്തിന്റെ മൂലധനം. നിസ്കരിക്കാത്ത പുരുഷൻ ശപിക്കപ്പെട്ടത്, നിസ്കരിക്കാത്ത പെണ്ണ് ശപിക്കപ്പെട്ടത്, നിസ്കരിക്കാത്ത പെണ്ണുണ്ടാക്കുന്ന ആഹാരം ശപിക്കപ്പെട്ടത്. എല്ലാം നിസ്കാരമാണ്. യാ ബിലാൽ അരിഹിനി, ബിലാലെ എന്നെ സന്തോഷിപ്പിക്കൂ. ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുകയാണ്, യാ ബിലാൽ, ബിലാലെ ഹദ്ദിഥനി, എനിക്കൊന്ന് പറഞ്ഞു താ, ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ബിലാലെ, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്ര പെട്ടെന്ന് എത്തിച്ച ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് എനിക്ക് പറഞ്ഞു തരുമോ ബിലാലെ? എന്റെ മുമ്പിലൂടെ നിങ്ങൾ നടന്നു പോകുന്നതിന്റെ ശബ്ദം, നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം. അടികൊണ്ട് ഇടികൊണ്ട് മർദ്ദിച്ച് അവശനാക്കപ്പെട്ട് 10 ദീനാർ കൊടുത്ത് കൊണ്ടുപോടോ എന്ന് പറഞ്ഞ് വിലയില്ലാതെയാക്കിയ, നാട്ടുകാർക്കൊരു വിലയില്ലാതായ മനുഷ്യൻ, ആ മനുഷ്യനോട് അള്ളാന്റെ റസൂല് അങ്ങോട്ട് ചോദിക്ക, ബിലാലെ ഒന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾ എങ്ങനെ എത്ര പെട്ടെന്ന് സ്വർഗത്തിലെത്തിയത്? ഞാൻ നിങ്ങളുടെ ചെരുപ്പിന്റെ ഒച്ച കേട്ടു സ്വർഗത്തുനിന്ന്. ബൈന യദയ്യ, എന്റെ മുമ്പില്. മിഅ്റാജിന്റെ രാത്രി ഉണ്ടായ അനുഭവമാണ് റസൂലുള്ളാഹി പറയുന്നത്. എന്റെ മുമ്പിൽ ബിലാൽ നടക്കുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടു. എന്താണ് അമല്, എന്ത് പ്രവൃത്തിയാ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇത്ര ഉന്നത സ്ഥാനത്ത് എത്തിച്ചത്? ബിലാലെ ഹദ്ദിസ്നി, എനിക്ക് പറഞ്ഞു താ ബിലാലെ എന്ന് പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ മറുപടി പറയുകയാണ്, മാഅമിൽതു അമലൻ അർജാ ഇൻദി മിൻ അന്നീ ലം അതതഹർ തുഹൂറാ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാറിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂറി വമാ കുതിബ അലയ്യ അൻ ഉസല്ലി. ഞാൻ ഒരു ഒതുകൊണ്ട് രാത്രിയും പകലും ചിലപ്പോൾ കഴിച്ചുകൊള്ളു. അതുകൊണ്ട് എനിക്ക് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരമൊക്കെ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ രാപ്പകല് ബിലാലിന് ഒതുണ്ടായിരുന്നു. ചമക് ഉഠാ ജോ സിതാരേ തെരേ മുഖദ്ദർ കാ, ചമക് ഉഠാ തെരേ ജോ സിതാരേ മുഖദ്ദർ കാ, ഹബ്ശ് സേ തുജ്കോ ഉഠാകർ ഹിജാസ് മേ ലായാ. അല്ലാമ ഇഖ്ബാൽ ബിലാലിനെ പറ്റി പറയുകയാണ്, നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞു കത്തുന്നു ബിലാലെ. ആ ഭാഗ്യനക്ഷത്രമാണ് നിങ്ങളെ എത്യോപ്യയിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഹിജാസിൽ നിക്ഷേപിച്ചത്. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് നീഗ്രോയായ ബിലാലിനെ പറിച്ചു കൊണ്ടുവന്ന് ഹിജാസിന്റെ മണ്ണിലേക്ക് നിങ്ങളെ നിക്ഷേപിച്ച ആ ഭാഗ്യനക്ഷത്രം എന്നും ജ്വലിച്ച് കത്തുകയാണ്. ഹുവി ഉസീ സെ തെരേ ഗം കദേ കി ആബാദി, തെരീ ഗുലാമി ക സദ്കേ ഹസാർ ആസാദി. ഏ ബിലാലെ, എത്യോപ്യയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് ഹിജാസിൽ നിക്ഷേപിച്ച നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം ജ്വലിച്ചു നിൽക്കുകയാണ്. ഭാഗ്യം എന്ന രീതി അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള മനുഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാമ ഇഖ്ബാൽ മഹാജ്ഞാനിയാണ്, അതൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. എത്യോപ്യയിൽ അടിമപ്പണി ചെയ്തിരുന്ന ഒരു മനുഷ്യനെ എങ്ങനെയോ അറേബ്യയിലെത്തിയിട്ട് അവിടെ അടിയിടിയും കൊണ്ട് കഴിയുമ്പോ 10 ദീനാറിന് സിദ്ദീഖുൽ അക്ബർ വിലക്കെടുത്തിട്ട് മോചിപ്പിക്കുന്ന കരിക്കട്ട പോലെ കറുത്ത ഒരു മനുഷ്യൻ അള്ളാന്റെ അടുക്കൽ മുഹമ്മദുർ റസൂലുള്ളാന്റെ മുമ്പിൽ ചെരുപ്പിട്ട് സ്വർഗത്തിൽ നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഫന അലൈക, നിങ്ങളുടെ 2 ചെരുപ്പിട്ട് നിലത്ത് കൂടി നടക്കണ ഒച്ച. ദഫന അലൈക, സ്വർഗത്തിന്റെ തറയിൽ ബിലാലിന്റെ ചെരുപ്പ് ചെന്ന് സ്പർശിക്കുന്ന സ്വരം, ബിലാലിന്റെ പാദനിസ്വനം. അത് ഞാൻ കേട്ടു ബിലാലെ. ചമക് ഉഠാ ജോ സിതാരയേ തെരേ മുഖദ്ദർ കാ, നിങ്ങളുടെ തഖ്ദീറിന്റെ ഭാഗ്യനക്ഷത്രം ബിലാലെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഹബ്ശ് സേ തുജ്കോ ഉഠാകർ ഹിജാസ് മേ ലായാ, നിങ്ങളെ പൊക്കിയെടുത്തിട്ട് ഹിജാസിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചില്ലയോ ആ ഭാഗ്യനക്ഷത്രം. ഹുവി ഉസീ സേ തെരേ ഗം കദേ കി ആബാദി, അങ്ങനെ നിങ്ങളുടെ ദുഃഖ വീട്ടിൽ ജനവാസമായില്ലയോ ബിലാൽ. ബിലാലെ, നിങ്ങളുടെ കഥനഗ്രഹം സങ്കടമുള്ള വീട്. ബിലാലിന്റെ വീട്ടിൽ എപ്പോഴും സങ്കടം, ബിലാലിന് എന്നും സങ്കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മർദ്ദനം കൊണ്ടിട്ട് ബിലാൽ വന്ന് നിൽക്കുമ്പോ ഇറച്ചി പുറത്തേക്ക് തെറിച്ചിരുന്നാണ് അടി കൊണ്ടിട്ട്. ഖുറൈശികളായ മുശ്രിക്കിന്റെ അടി കൊണ്ടിട്ട്, ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് ചോര മാത്രല്ല മാംസം പുറത്തേക്ക് നിൽക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുമ്പോ റസൂലുള്ളാഹ് എഴുന്നേറ്റ് നിന്നിട്ട് ബിലാലിനെ മാറോട് ചേർക്കുന്ന രംഗം നിങ്ങൾ കാണുന്നുവോ? ലോകസുന്ദരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ കറുത്ത കാപ്പിരിയായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ മാറോട് ചേർക്കുന്നത് കണ്ടുവോ? ഹുവീ ഉസീ സേ തെരേ ഗം കദേ കി ആബാദി, നിന്റെ ദുഃഖ വീട്ടിൽ ജനവാസമായില്ലയോ ബിലാൽ. എന്നും ദുഃഖായിരുന്നു ബിലാലിന് മരിക്കണവരെ. അടുത്ത ദുഃഖം എന്താ? റസൂലുള്ളാഹിനെ പിരിയുമ്പോഴുള്ള ദുഃഖം. റസൂലിനെ അങ്ങ് സ്നേഹിച്ചു പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. തെരീ ഗുലാമീ ക സദ്ഖേ ഹസാർ ആസാദി, ബിലാൽ നിന്റെ അടിമത്തത്തിന് 1000 സ്വാതന്ത്ര്യങ്ങൾ, നിന്റെ അടിമത്തത്തിന് 1000 സ്വാതന്ത്ര്യങ്ങൾ. അടിമയായ ബിലാലിനല്ലേ 1000 സ്വാതന്ത്ര്യവും ആ അടിമ ബിലാലിന്റെ അടുത്തെത്തൂല. ഹസാർ ആസാദി,
ബിലാൽ എന്ന പേരിൽ ഹസ്രത്ത് അല്ലാമ എഴുതിയതാണ് ഈ കവിത. സല്ലല്ലാഹു അലാ മുഹമ്മദ്